ഗൈസ്, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഞാൻ ടെറസിൽ വന്നിരിക്കുകയാണ്. വെയിലും ഉണ്ട്, നല്ല കാറ്റും ഉണ്ട്. കൈൻഡ് ഓഫ് മിക്സ്ഡ് ഫീലിങ്സ്. നല്ല വെയിലുണ്ട്. ഈ തണുപ്പത്ത് ഈ വെയിൽ എന്താ ആശ്വാസമാണെന്നറിയാമോ. അപ്പം തുണിയെല്ലാം വിരിച്ചിട്ടേക്കുവാണ്. ഉണങ്ങി കാണും. എല്ലാം പിറക്കാൻ വന്നതാണ്. നിപ്പിലാണ് ക്ലൈമറ്റ് മാറുന്നത്. ഇപ്പം പിന്നെ എന്തായാലും ഫെബ്രുവരി ആയതുകൊണ്ട് തണുപ്പിച്ചിരി കുറഞ്ഞു. പക്ഷെ നല്ല കാറ്റുണ്ട്. എന്നാലും അത്ര തണുക്കുന്ന കൂട്ടുള്ള കാറ്റില്ല. നനച്ചിട്ട് ഉണക്കിയിട്ടിട്ട് ചരച്ചി ഇട്ടിട്ടുണ്ട്. കുറേ പേരല്ലാതെ വെയിൽ കൊള്ളാനായിട്ട് ഇരിക്കുന്നുമുണ്ട്. ഇരിക്കാൻ തോന്നുന്നു ഇവിടെ. തുണിയൊക്കെ പിന്നെ പുറക്കാൻ കുറച്ച് നേരം ഇരിക്കാം. ഞാൻ കാണിച്ചു തരാം എല്ലാവരും തുണി എടുക്കുന്നതൊക്കെ. ഇവിടെ ആൾക്കാർ തുണിയൊക്കെ ഇടുന്ന ഉണക്കിയത്. ഞാൻ തുണിയൊക്കെ അലക്കിയിട്ടേക്കും. എല്ലാവരുടെയും ഓരോരുത്തരുടെ വീട്ടിൽ തുണിയൊക്കെ അലക്കിയിട്ടേക്കും. നല്ല വെയിലുണ്ട് ഗൈസ്. അപ്പം കുറച്ച് ദിവസമായി ഇങ്ങനെ വെയിലൊക്കെ വന്നിട്ട്. അതാ എല്ലാവരും തുണിയൊക്കെ ഉണക്കാൻ ഇട്ടേക്കുന്നത്. നല്ല വ്യൂ, നല്ല കാറ്റുണ്ട്. വെയിൽ കാരണം കണ്ണു പോലും തുറക്കാൻ പറ്റുന്നില്ല. നല്ല സുഖം. കുറച്ച് നേരം ഇരുന്ന് ഇരിക്കാം, എന്നിട്ട് എടുക്കാൻ പോവാം. ഓക്കെ ഗൈസ്, തുണി എടുത്തിട്ട് കാണിക്കാം. അപ്പം ഗൈസ്, ഇന്ന് നമുക്കൊരു പാർസൽ കിട്ടിയായിരുന്നു. ഇതിലെന്തോ നമ്മ ഒരു സാരി ഓർഡർ ചെയ്തിരുന്നു. ഇങ്ങനെ ഗൂഗിളിൽ അമ്മ എന്തോ ന്യൂസ് കണ്ടുവന്നിരുന്ന സമയത്ത് ഇങ്ങനെ ആഡായിട്ട് കാണിക്കത്തില്ലേ, ഇവിടെ ഇത്ര രൂപയ്ക്ക് ഇന്ന സാരി ഇങ്ങനെ പരസ്യം കണ്ടിട്ട് അതിൽ നിന്ന് മേടിച്ചതാണ്. എന്താവോ എന്തോ. അപ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിക്കാം. I didn't expect this, but it's really nice. ഇത് ആക്ച്വലി ലെനിൻ സിൽക്ക് സാരിയാണ്. ലെനിൻ മെറ്റീരിയലിൽ. ഇതിനെത്ര രൂപ? 1300 രൂപ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. ഈടൊന്നുമില്ല. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഞാൻ തുറന്നു കാണിക്കുന്നു. ഈ പിങ്ക് എന്തോ കാണുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എനിക്കൊന്ന് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയലിൻ്റെ കളർ ഈ പിങ്ക് ആണ്. അയ്യോ, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് മെറ്റീരിയൽ. കോമ്പിനേഷൻ കൊള്ളാല്ലേ. അപ്പം ഈ ഗ്രേയിൽ ഈ ഒരു ബേൺഡ് പിങ്ക് കളറിന് നമുക്കറിയാം, അല്ലെങ്കിൽ ഹോട്ട് പിങ്ക് കളർ കോമ്പിനേഷനിലാണിത്. നൈസ്. ഈ പിങ്കിലും ഇല്ലേ ഇച്ചിരി ഷെയ്ഡുണ്ട്. എനിക്കിത് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇച്ചിരി ബേൺഡ് ഓറഞ്ചിഷ് പിങ്ക് എന്നുവെച്ചാൽ ഒരു മിക്സ്ഡ് കളറാണ്. ഇത് അതേമാതിരി അടുത്ത മാതിരി തന്നെ മടക്കി വെക്കാനുള്ളത് അടുത്ത ടാസ്ക്. ഇതാണ്ടേ അടുത്ത മാതിരി ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെടും അമ്മ. ഹലോ ഗൈസ്, അപ്പം ഇന്ന് ഞാൻ ബ്രെഡ് പക്കോടി ഉണ്ടാക്കും. ഓൾമോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ്. അത് കഴിഞ്ഞാണ് ഞാൻ വീഡിയോ തുറന്നത്. ഒന്നുമില്ല, വിത്തൗട്ട് ഫില്ലിങ് ഇല്ലാത്ത ഒരു ബ്രെഡ് പക്കോടിയാണ്. ഒന്നുമില്ല, ഇച്ചിരി കടലമാവ് എടുക്കുക, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന് അനുസരിച്ച് ഇട്ടിട്ട് ആ ബാറ്ററിൽ പരട്ടിയിട്ട് ബ്രെഡ് തൂറ്റിട്ട് വറുത്തെടുക്കുക. സോ ഈസി സ്നാക്സ് ഫോർ ഈവനിങ്. ഹിയർ ഇറ്റ് ഈസ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഷേപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. സ്ക്വയർ, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. എനിക്ക് ഞാൻ ബാക്കി വീഡിയോ പിന്നെ ഇന്ന് നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. ഞങ്ങളുടെ അപ്പച്ചി വന്നു. ഹലോ. അപ്പച്ചി ഒരു മികച്ച യൂട്യൂബർ തന്നെയാണ്. ഞങ്ങൾക്ക് ഒരു വലിയൊരു ഇതാണ്, എന്താ പറയുന്ന, ഒരു ഇൻസ്പിറേഷനും കോമ്പറ്റീഷനുമാണ്. ഒരു നമ്മുടെ പോരാട്ടമാണ്. അങ്ങോട്ട് സെലിബ്രിറ്റി ആണ്. ഒരു വൈറൽ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണിക്കും. ബർത്ത്ഡേ വിഷ് പറഞ്ഞില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടുള്ള, അതുകൊണ്ട് കുറെ വിഷസ് കിട്ടി. ആൻഡ് ഇന്ന് ഇവർ ഇതുണ്ടാക്കിയതാണ് ബ്രെഡ് പക്കോട. അത് വളരെ സൂപ്പറാണ്. പിന്നെന്താ ഞാൻ പറയാനാണ്, അപ്പച്ചി പറയൂ. വളരെ സൂപ്പർ അല്ല അപ്പച്ചിന്റെ അപ്പച്ചി നാട്ടിൽ നിന്ന് പാനിപ്പത്തിലായിരുന്നു ആദ്യമേ പോയത്. അത് ഇങ്ങോട്ട് ഇന്നാണ് ഇവിടെ വന്നത്. ഇത്രയും ടൈം ഇങ്ങോട്ട് നമ്മള് എത്ര അല്ല
2 months അല്ല, പക്ഷെ അപ്പച്ചി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ നമ്മളെ കാണുന്നത്. അപ്പച്ചി ഇവിടുന്ന് എല്ലാം വിറ്റ് വിറക്കി പോയതാണ് തിരിച്ച് നാട്ടില്, പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പിന്നെയും വന്നു. അതിങ്ങോട്ട് പിന്നെ അപ്പച്ചി പോകുന്നതായിരിക്കും. പിന്നെ അപ്പച്ചിയുടെ നിങ്ങൾ വീഡിയോസ് കാണുന്നുണ്ടായിരിക്കും ഡു ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾക്ക് എന്തായാലും പ്രൊമോഷൻ കൊടുക്കുന്ന ഒരു കാര്യമില്ല, അപ്പച്ചിക്കാണ് നമ്മളുടെ പ്രൊമോഷൻ കൊടുക്കേണ്ടത്. ബിക്കോസ് അത്രയ്ക്ക് മില്യൺ വ്യൂസ് ആണ്. ഒത്തിരി പേരുടെ വിശ്വസ് കിട്ടിയായിരുന്നു, ഒത്തിരി ബ്ലൂടിക്ക് ആൾക്കാരുടെ വിശ്വസ് കിട്ടിയായിരുന്നു. അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ. വെരി സിമ്പിൾ, സ്റ്റഫിംഗ് ഇല്ലാത്തതാണ്. സ്റ്റഫിംഗ് ഇല്ലാതെ മുക്കി പൊരിക്കുക, അത്രേ ഉള്ളൂ. നമ്മള് കുറച്ച് കഴിയുമ്പോൾ നമ്മള് ഡാൻസ് ഉണ്ടായിരിക്കും, നമ്മൾ 4 പേരുടെ കൂത്താടുന്നതായിരിക്കും നമ്മള് വിളക്ക് എത്തിച്ചു കഴിഞ്ഞിട്ട്. സോ സ്റ്റേ ട്യൂൺഡ് ടിൽ ദെൻ ബൈ.